നമ്മളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റാണ് ഇൻട്രൊഡക്ഷൻ ടു കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ അതിൻ്റെ ചാപ്റ്റർ 1 ആണ് നമ്മൾ നോക്കുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. നമുക്ക് എന്താണ് കോർപ്പറേറ്റ് എന്നും എന്താണ് ഗവേണൻസ് എന്നും നല്ല വൃത്തിക്ക് അറിയാം അല്ലേ? ആർക്കും അറിയാവുകയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ UG ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതതിൻ്റെ നോട്ട്സാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ട്സെങ്കിലും നിങ്ങൾ പഠിക്കണം. ഇത് നമ്മൾ കുറച്ചധികം സമയം എടുത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം എഴുതിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനെ എങ്ങനെയാണ് ഗവേൺ ചെയ്യുക, അതാണ് അതിൻ്റെ ബേസിക് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കാം. ദ ടേം corporate governance include both corporate and governance. A corporation is a legal entity that is separate and distinct from its owners. അതായത് അതൊരു ലീഗൽ എൻറ്റിറ്റി ആണ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഓണേഴ്സിൽ നിന്നും സെപ്പറേറ്റ് ആയിരിക്കും. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ക്ലോസ്, അങ്ങനെ ഒരു ലോ നമ്മൾ മുൻപ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ അക്കൗണ്ട്സും കമ്പനിയുടെ അക്കൗണ്ട്സും കൂട്ടിക്കുഴക്കരുത്. അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഒരു ലീഗൽ എൻറ്റിറ്റി ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് മൈക്രോസോഫ്റ്റും പിന്നെ കൊക്കക്കോളയൊക്കെ കേട്ടോ. അടുത്തത് ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക്കലി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷനാണ്. കമ്പനി ആക്ച്വലി അതൊരു അസോസിയേഷനാണ്, ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട അസോസിയേഷനാണ്. അത് രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട്. ഏതൊരു സ്ഥാപനവും അത് ഓതറൈസേഷനിലേക്ക് അല്ലെങ്കിൽ ലീഗൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കമ്പനീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യണം. Requirements like documents, shareholders to be deemed as a legal association. അതിനത്യാവശ്യം ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ കമ്പനീസ് ആക്ടിൽ രജിസ്ട്രേഷൻ മാത്രം കഴിച്ചാൽ പോരാ, അതിന് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണം, ടു ബി ഡീംഡ് ആസ് എ ലീഗൽ അസോസിയേഷൻ. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. കമ്പനി എപ്പോഴും ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സണാണ്. അതായത് അവർക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ടാവും? റൈറ്റ് ടു അക്വയർ ഓർ ഡിസ്പോസ് എനി പ്രോപ്പർട്ടി. ഈ ഒരു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ഒരു പ്രോപ്പർട്ടി അത് ഡിസ്പോസ് ചെയ്യാൻ അക്വയർ ചെയ്യാനല്ല റൈറ്റ് ഉണ്ട്. ടു എൻ്റർ ഇൻ ടു കോൺട്രാക്ട് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. അതിൻ്റെ പേരിൽ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൻ്റെ പേരിൽ ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ടു സ്യൂ ആൻഡ് ബി സ്യൂഡ് ബൈ അതേഴ്സ്. അതായത് ഇപ്പോൾ കേസ് കൊടുക്കാനും ഇപ്പോൾ കേസിൽ പെടാനും പറ്റും. അപ്പോൾ ഒരാൾക്ക് സ്യൂ ചെയ്യാനും വേറെ ആളാൽ കേസിൽ അകപ്പെടാനും വേറൊരാൾക്ക് സ്യൂ ചെയ്യാനും പറ്റുന്നൊരു ഫേമാണ് ആർട്ടിഫിഷ്യൽ ലീഗൽ. പിന്നെ നെക്സ്റ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. Means company is responsible to repay creditors and to get sued for its deed. അതായത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയുടെ ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു സംഭവമാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ആൾക്ക് ഇപ്പോൾ ഞാനാണ് ഓണറെങ്കിൽ എനിക്കും കമ്പനിയുടെ അക്കൗണ്ട്സും വേറെ വേറെ ആയിരിക്കും. കമ്പനി ആണ് ക്രെഡിറ്റേഴ്സിന് റീപേയ്മെൻറ്റും ഇതൊക്കെ കൊടുക്കാൻ കമ്പനിക്കാണ് ബാധ്യത ഉണ്ടാവുക. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ടേം. അടുത്തത് പെർപെച്വൽ സക്സഷൻ ആണ്. എ കമ്പനി ഈസ് എ സ്റ്റേബിൾ ബിസിനസ് ഓർഗനൈസേഷൻ. പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ കമ്പനിയിലത്തെ ഒരു ഓണറോ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഷെയർ ഹോൾഡറിൽ പാർട്ട്ണറിൽ ഒരാളോ അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനിയുടെ ഡയറക്ടറോ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ കമ്പനീനെ അത് ബാധിക്കുന്ന കാര്യമല്ല. കമ്പനി അതിൻ്റെ പേരിൽ നിർത്താൻ പാടില്ല. അതൊരു സ്റ്റേബിളാണ്, ഒരു സക്സേഷൻ ഉള്ളതാണ് കാലങ്ങളോളം. അതിങ്ങനെ നീണ്ടു പോകുന്നതാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ലൈഫ് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ലൈഫ് ഓഫ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയി. നെക്സ്റ്റ് ഫീച്ചർ കോമൺ സീൽ.
അതിനൊരു എന്താണ് സിഗ്നേച്ചറിന് പകരമായിട്ടൊരു കോമൺ സീൽ ഉണ്ടായിരിക്കുക, ആൾ ആർട്ടിഫിഷ്യൽ ആയ കാരണം കൊണ്ട്. നെക്സ്റ്റ് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. എ കമ്പനി മേ ബി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഓർ ലിമിറ്റഡ് ബൈ ഷെയർസ്. അതായത് ലയബിലിറ്റി ഗ്യാരണ്ടി വഴിയോ അല്ലെങ്കിൽ ഷെയർ വഴിയോ ആയിരിക്കും ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ, ദ ലയബിലിറ്റി ഓഫ് എ ഷെയർ ഹോൾഡർ ഈസ് ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് വാല്യൂ ഓഫ് ദ ഷെയർസ്. ഇപ്പോൾ ആ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ലയബിലിറ്റി, ഷെയർ ഹോൾഡറുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഷെയറുകളുടെ അൺപെയ്ഡ് വാല്യൂ ആയിരിക്കും അയാളുടെ ബാധ്യത. ഇൻ എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ബൈ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലയബിലിറ്റി ഓഫ് എ മെമ്പർ ഇസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ദേ ഹാഡ് എഗ്രീഡ് അപ്പോൺ കോൺട്രിബ്യൂട്ട് ടു ദ എമൗണ്ട് ദേ ഹാഡ് എഗ്രീഡ് അപ്പോൺ ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ് ഓഫ് ദ കമ്പനി ഇൻ ദ ഇവൻറ്റ് ഓഫ് ഇറ്റ് ബീങ് വൂണ്ട് അപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു സ്റ്റാർട്ടിങ്ങിൽ ഒരു എമൗണ്ട് ഗ്യാരണ്ടി ചെയ്യും, ഇത്ര എമൗണ്ട് ഈ പറഞ്ഞ പോലെ എന്താണ് അസറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നൊക്കെ പറയും. ആ ഒരു വാല്യൂ ആണ് വൂണ്ട് അപ്പ്. ആ ഒരു ടൈമിൽ ഇവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഫേമിലത്തെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അഥവാ കമ്പനി എന്ന് പറയുന്നതിൻ്റെ എന്താണ് ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ആണ് നമ്മൾ നോക്കിയത്. ഇനി ഗവേണൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വേർഡ് ഗവേണൻസ് മീൻസ് ദ മാനർ ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് the action and affair of an entity. It is the exercise of power and action to achieve goals of an organization entity. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഗോൾസ് ഉണ്ടായിരിക്കും, ഒന്നിലധികം ഗോൾസ് ഉണ്ടായിരിക്കും ഓർഗനൈസേഷൻ ആവുമ്പോൾ. ഈ ഗോൾസിലേക്ക് അച്ചീവ് ചെയ്യപ്പെടണമല്ലോ, അതിനു വേണ്ടി നമ്മൾ ആ ഒരു കമ്പനിയിൽ മെമ്പേഴ്സ് ആണെങ്കിലും ഇപ്പോൾ വർക്കേഴ്സാണെന്ന് വെച്ച് കഴിഞ്ഞാലും വർക്കേഴ്സിന് വേണ്ടി, അതായത് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറച്ച് പവറും ആക്ഷനും റിക്വയേർഡ് ആണ്. ആ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് ഗവേണൻസ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എപ്പോഴും പഠിച്ചെഴുതണം, അല്ലാതെ നമ്മൾ മീനിങ് എഴുതുന്ന പോലെ കണ്ടത് എഴുതാൻ പാടില്ല. Definition: World Bank defines corporate governance as a nation's system of corporate governance can be seen as an institutional matrix that structures the relations among owners, board and top managers and determine the goals pursued by the corporation. ലെമങ്ങിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് നോക്കണം. അതായത് വേൾഡ് ബാങ്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓണേഴ്സിൻ്റെയും ബോർഡിൻ്റെയും ടോപ്പ് മാനേജേഴ്സിൻ്റെ ഇടയിലുള്ളൊരു കണക്ഷൻ, ആ ഒരു കണക്ഷൻ്റെ മെട്രിക്സ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾസ് പെർസ്യൂഡ് ബൈ ദ കോർപ്പറേഷൻ. ആ ഒരു കോർപ്പറേഷനിൽ നമുക്കൊരു തിരിച്ചറിവ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇവിടം വരെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു നോട്ടിൽ എഴുതിയിട്ടുള്ളൂ. നെക്സ്റ്റ് ഇവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഞാൻ കുറച്ചും കൂടെ ഷോർട്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് കുറച്ച് ലോങ് ആണ്, എല്ലാ പോയിൻറ്റും ഉണ്ട്. അപ്പം അത്ര ആവശ്യമില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്ത കാരണം ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ അത് കുറച്ച് ബോറിംഗ് ആണ്, കുറച്ച് ഹിസ്റ്ററി സംഭവങ്ങളുണ്ടായിരിക്കും, കുറച്ചധികം ടോപ്പിക്സ് നമുക്കിതിൽ കവർ ചെയ്യാനുണ്ട് കേട്ടോ. ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലെവലിലേക്ക് ഇവോൾവ് ചെയ്ത് വന്ന വേസ് ആണ്. ദ റൂട്ട് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഡേറ്റ്സ് ബാക്ക് ടു ആഡം സ്മിത്ത്, ബട്ട് ഇറ്റ്സ് പോപ്പുലർലി ഈസ് ഓഫ് റീസെൻറ്റ് ഒറിജിൻ. അതായത് ഈ ആഡം സ്മിത്തിൻ്റെ കാലം തൊട്ട് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റി വിലയിരുത്തലുകളും അതിൻ്റെ ഒരു വേര് കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. The issue of governance began with the beginning of corporation, dating back to the East India Company, the Hudson's Bay Company, the Levant Company and other major chartered company during the 16th and 17th century. അതായത്
കോർപ്പറേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പിന്നെ ഹുഡ്സൺസ് ബേ കമ്പനി, ലെവൻ കമ്പനി, അങ്ങനെ കുറച്ച് മേജർ പിന്നെ മേജർ കുറച്ച് ചാർട്ടേഡ് കമ്പനിയും ആ ഒരു കാലഘട്ടത്തിൽ 16th to 17th സെഞ്ച്വറീസ് ഈ ഒരു കാലഘട്ടത്തിൽ തൊട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രിവെയിലിംഗ് ആണ്. Even though the concept of corporate governance has existed for centuries, the term that was only used in US. ലാണ് മെയിനായിട്ട് ഈ സംഭവം യൂസ് ചെയ്തിരുന്നത്. മുൻപ് വരെ നമ്മളുടെ നാടുകളിലൊന്നും അത്ര പ്രിവെയിലിംഗ് ആയിരുന്നില്ല. അതിനുശേഷം ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ് the US experienced strong economic growth which had a strong impact on the history of corporate governance. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പറയുന്ന കോർപ്പറേറ്റ് ഗവേണൻസ്, അതായത് അതിന് ശേഷമാണ് കോർപ്പറേറ്റ് ഗവേണൻസിന് ഒരു സ്ട്രോങ് ഒരു ഹിസ്റ്ററി ഇവോൾവ്മെൻറ്റ് തുടങ്ങിയത്. അതും US-ന് നല്ലൊരു ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായതിന് ശേഷം. കോർപ്പറേഷൻസ് were growing rapidly. Managers even influenced the selection of board directors. Investors were also kept away from governance matters except in matters of dividend of stock and stock prices. അതായത് കോർപ്പറേഷൻസ് ഇങ്ങനെ ഗ്രോത്ത് ആയിക്കൊണ്ടിരുന്നു. മാനേജേഴ്സാണ് മെയിനായിട്ട് ഈ ബോർഡ് ഡയറക്ടേഴ്സിൻ്റെ സെലക്ഷന് വരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻവെസ്റ്റേഴ്സ് വെർ ഓൾസോ കെപ്റ്റ് അവേ ഫ്രം ഗവേണൻസ് മാറ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് വരെ ഗവേണൻസ് മാറ്റേഴ്സിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. ലൈക്ക് ഇപ്പോൾ ഡിവിഡൻസിന് സ്റ്റോക്കിനും പ്രൈസസ് ഒക്കെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ അവർക്കുണ്ടായിരുന്നു. ദ ബിഗിനിങ് ഓഫ് 19th century വാസ് മാർക്കഡ് ബൈ ഗ്രേറ്റ് ഇക്കണോമിക് ഗ്രോത്ത് കോസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ആൻഡ് ഡ്യൂറിങ് ദിസ് പീരീഡ് മെനി കമ്പനീസ് നീഡഡ് ക്യാപിറ്റൽ ഫ്രം പബ്ലിക് ഇൻ ഓർഡർ ടു കീപ്പ് അപ്പ് വിത്ത് ദിസ് ഗ്രോത്ത്. അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ നല്ല ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരുന്നു. കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആ ഒരു കാലഘട്ടത്തിൽ, പിന്നെ ആ ഒരു ടൈമിൽ തന്നെയാണ് കമ്പനീസിന് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും പണം സ്വരുക്കൂട്ടേണ്ടി വന്നത് അവരുടെ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. In the 1970s, things began to change as the Securities and Exchange Commission brought the issue of corporate governance with official corporate governance reforms. അതായത് 1970 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ടൈം തൊട്ടാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു റിഫോർമേഷൻ എന്നൊരു നിലയിലേക്ക് ഒഫീഷ്യലായിട്ട് മാറിയത്. 1976 കോർപ്പറേറ്റ് ഗവേണൻസ് ആദ്യമായിട്ട് ഫെഡറൽ രജിസ്റ്റർ ഫെഡറൽ ഗവൺമെൻറ് ഒഫീഷ്യൽ ജേണലായ ഫെഡറൽ രജിസ്റ്ററിൽ ആ ഒരു വേർഡ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ 1960 പെൻ സെൻട്രൽ റെയിൽവേ എന്ന് പറയുന്ന ഒരു കമ്പനി പൈപ്പ് ലൈൻസും ഹോട്ടൽസും ഇൻഡസ്ട്രിയൽ പാർക്ക് കൊമേഴ്സ്യൽ റിയൽ എസ്റ്റേറ്റ് അങ്ങനെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിരുന്നു. 1970 ബാങ്ക്രപ്റ്റൻസി ഫയൽ ചെയ്യപ്പെട്ടു. ബാങ്ക്രപ്റ്റൻസി എന്ന് പറഞ്ഞാൽ പാപ്പരാക്കപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം ഫയൽ ചെയ്തു. അത് അവർ ഫയൽ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി 1974 ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഈ 3 ഡയറക്ടേഴ്സ്, ഈ പെൻ സെൻട്രൽ റെയിൽവേയുടെ 3 ഡയറക്ടേഴ്സിനെതിരെ മിസ്കണ്ടക്റ്റിനെതിരെ തിരിഞ്ഞു. പിന്നെ NYSE ന്യൂയോർക്ക് സ്റ്റോക്ക്, അവർ ഇങ്ങനെ കുറച്ചും കൂടി ആ ഒരു ന്യൂയോർക്ക് സ്റ്റോക്കിൻ്റെ ഒരു ഓർഗനൈസേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആൻഡ് റിക്വയർ ഈച്ച് ലിസ്റ്റഡ് കോർപ്പറേഷൻ ടു ഹാവ് ഓഡിറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടന്നത്. പിന്നെ 1980 കാലഘട്ടം ഡീൽ ഡെക്കേഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ഒരുപാട് ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടന്നൊരു 10 വർഷക്കാലം, ഡെക്കേഡ്. പിന്നെ 2007 ബാങ്ക് ഹാഡ് ബീൻ ടേക്കിംഗ് എക്സസീവ് റിസ്ക് ആൻഡ് ദർ വാസ് ഗ്രോയിങ് കൺസേൺ അബൌട്ട് എ പോസിബിൾ കൊളാപ്സ് ഓഫ് വേൾഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. അതായത് 2007 ആയപ്പോഴേക്കും അങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പോൾ ബാങ്കുകൾ ഇങ്ങനെ റിസ്ക് എടുത്തു. അപ്പോൾ കൊളാപ്സ് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായി. പിന്നെ 2014 ലേറ്റസ്റ്റ് എഡിഷൻ, അതായത് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ പബ്ലിഷ് ചെയ്യപ്പെട്ടു. പിന്നെ അതിനുശേഷം ഗ്രീൻബറി റിപ്പോർട്ട്, അടുത്ത ഇതിൻ്റെ ഒരു കോഡ്സ് ഉണ്ട് ഒരുപാട്. അപ്പോൾ അതിലൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു
കോഡാണ് ഗ്രീൻബറി റിപ്പോർട്ട് ബൈ ഗ്രീൻബറി കമ്മിറ്റി എന്ന് പറയുന്നത്. 21ാമത്തെ നൂറ്റാണ്ടിൽ കോർപ്പറേറ്റ് ഗവേണൻസിന് കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടി. 2008 കൊളാപ്സ് ഓഫ് കോർപ്പറേഷൻ ഫ്രം ബിഗിനിങ് ഓഫ് ദ 21st സെഞ്ച്വറി. 2014 കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് വാസ് പബ്ലിഷ്ഡ് ബൈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൗൺസിൽ. അതായത് ഇത് ടെക്സ്റ്റിലത്തെ ഭയങ്കര വലുതായിട്ടുള്ള സംഭവം ഞാനിങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇയറുകൾ വ്യത്യാസം ഉണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, നമുക്കത് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. പിന്നെ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും എന്താണെന്ന് നോക്കാം. സിസ്റ്റമാറ്റിക് ആണ്, അതായത് അതിനൊരു ഓർഡർ ഉണ്ട്. ഒരു ഓർഡർ ഇല്ലാണ്ട് ഈ ഒരു സംഭവം മുൻപോട്ട് പോവില്ലല്ലോ. നെക്സ്റ്റ് വൺ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. മൊത്തത്തിൽ എല്ലാവരുടെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഘടനകൾ. മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് ഗവേണൻസ് വഴി മാനേജ്മെൻറ്റ് കാര്യങ്ങൾക്ക് നല്ലൊരു രീതിയിൽ നടന്നു പോകും. പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. പവർ ആൻഡ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസിൽ മെയിനായിട്ട് ഇതിൽ പറയുന്നത് നമ്മുടെ ടോപ്പ് അതോറിറ്റീസിൻ്റെ പവറും അവരെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നൊക്കെയാണ്. ട്രാൻസ്പെറൻസി, അത് ട്രാൻസ്പെറൻ്റ് ആണ്. അതിൽ ഉള്ള കോർപ്പറേറ്റ് ഗവേണൻസിലുള്ള നിയമങ്ങളും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ്, സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്ഷനാണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അക്കൗണ്ടബിലിറ്റി, അതൊരു അക്കൗണ്ടബിൾ ആയിരിക്കും. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോൾ എണ്ണിയെടുക്കാൻ പറ്റുന്ന തരമാണ്, മനസ്സിലായി. അപ്പോൾ അത് നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ തരം തിരിക്കേണ്ടി വരും. നമുക്കത് മനസ്സിലാക്കാനും അത് ഇന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അത് ഡിറ്റർമൈൻ ചെയ്യണമെന്നൊക്കെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ബേസ്ഡ് ഓൺ എത്തിക്സ്. നോർമലി കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു എത്തിക്സിൻ്റെ, അതായത് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് പോലെ തന്നെയാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് വരുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ്, ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ട്രാൻസ്പെറൻസി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ. നേരത്തെ പറഞ്ഞ ഫുൾ ഡിസ്ക്ലോഷർ ഉണ്ട്. അതിൻ്റെ എന്താണ് ട്രാൻസാക്ഷൻസ്, കമ്പനിയുടെ അക്കൗണ്ട്സിൻ്റെ, പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനെപ്പറ്റി നല്ല ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അക്കൗണ്ടബിലിറ്റി, അത് ഡയറക്ടേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും എല്ലാവർക്കും അക്കൗണ്ടബിൾ ആയിരിക്കണം. ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റബിൾ ആയിട്ടുള്ള, തുല്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. സെൽഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ് അലൗ ഫേംസ് ടു ഇവാലുവേറ്റ് ദർ ബിഹേവിയർ ബിഫോർ ദേ ആർ സ്ക്രൂട്ടനൈസ്ഡ് ബൈ റെഗുലേറ്ററി ബോഡീസ്. ഒരു ഇവാലുവേഷന് അല്ലെങ്കിൽ ഒരു സ്ക്രൂട്ടനൈസിന് വിധേയമാക്കുന്നു. അടുത്തത് ഇൻക്രീസിങ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അതൊരു ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടുന്നത്. അടുത്തത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് ആവശ്യകത എന്നാണ് ചോദ്യം. കോർപ്പറേറ്റ് സ്കാമുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലും ബാങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കമ്പനീസിലും ഗവൺമെൻറ് ഓഫീസസിലൊക്കെ ഒരുപാട് ഇങ്ങനെ സ്കാംസും കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനും അത് ഒഴിവാക്കാനും. വൈഡ് സ്പ്രെഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് ദർ ഇസ് നീഡ് ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ് ടു പ്രൊട്ടക്റ്റ് ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനി ഒരുപാട് ഷെയർ ഹോൾഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കും, പക്ഷേ അവരെങ്ങനെ മെയിൻറ്റെയിനും നല്ല രീതിക്ക് ചെയ്യണം അല്ലേ, എന്നാലല്ലേ അവർക്കും ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അടുത്തത് ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചർ. ഓണർഷിപ്പ് സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുമ്പോൾ ദേ ആസ്ക് ദ മാനേജ്മെൻറ്റ് ടു മേക്ക് കൺസ്യൂമർ ഫ്രണ്ട്ലി പോളിസീസ് ടു പ്രൊട്ടക്റ്റ് ഓൾ ദ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് പ്രൊട്ടക്റ്റ് ദ എൻവയോൺമെൻറ്റ്. പിന്നെന്താണ് അടുത്തത്? ഗ്രേറ്റർ എക്സ്പെക്റ്റേഷൻസ് ഓഫ് സൊസൈറ്റി ഓഫ് ദ കോർപ്പറേറ്റ് സെക്ടർ. കോർപ്പറേറ്റ് സെക്ടറിനെ പറ്റിയിട്ട് നമ്മളുടെ ഒരു സൊസൈറ്റിക്ക് ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, അത് മീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കൽ. ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ടേക്ക് ഓവേഴ്സോ അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിക്കലോ കമ്പനീസിൻ്റെ ഇടയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്മൂത്താക്കുന്നു. ഗ്ലോബലൈസേഷൻ എല്ലാവർക്കും അറിയാം. നമുക്ക് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ഒരു കുടക്കീഴിൽ വരുന്ന ഒരു സംഭവത്തിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ സംഭവങ്ങളും ഒരു ഇതിൽ വരുമ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത
വളരെയധികം കൂടുതൽ തന്നെയാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് ഇല്ലയെന്ന് വെച്ചപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ CSR പോലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ കമ്പൽസറി. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ കോർപ്പറേറ്റ് ഗവേണൻസ് ഒരുപക്ഷെ ഇല്ലാതിരുന്നെങ്കിൽ അങ്ങനെ ഒരു കമ്പനീസിന് അവർക്കിപ്പോൾ പൈസ ഉണ്ടാക്കിയാൽ പോരെ, ഇപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണമെന്നില്ലല്ലോ. പക്ഷെ നിർബന്ധിതമായിട്ടുള്ള സംഭവങ്ങൾ ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് വഴിയാണ് നിർബന്ധിതമാക്കപ്പെട്ടത് തന്നെ. പിന്നെ സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാം ഒന്ന് സ്മൂത്താക്കുന്നു. അടുത്തത് ബെനഫിറ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ബെനഫിറ്റ് എന്താണെന്നാണ് ചോദ്യം. സേഫ് ഗാർഡ് മണി ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസയൊക്കെ സേഫ് ആക്കണം. അവർ ഇൻവെസ്റ്റ് ചെയ്ത് ആ വഴിക്ക് പോവുമായിരിക്കും കുറേ പേരൊക്കെ. അപ്പോൾ അവർക്ക് കറക്റ്റ് ഡിവിഡൻറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം, അവരുടെ വെൽത്തൊക്കെ കൂട്ടലും അങ്ങനത്തെയൊക്കെ തന്നെയാണ് അവരുടെ ഡ്യൂട്ടി. പിന്നെ എൻഷുർ സക്സസ് ഓഫ് ദ കോർപ്പറേറ്റ്. ഈ ഒരു ഫേമിൻ്റെ സക്സസ് ഉറപ്പാക്കണം. അല്ലാതെ ഇപ്പോൾ കുറേ പൈസ നമ്മൾ കളക്ട് ചെയ്തു, സക്സസ് ആയില്ല, അവരുടെ പൈസ നഷ്ടത്തിലാക്കിയിട്ട് കാര്യമില്ല. ഈസി അവൈലബിലിറ്റി ഓഫ് ഫണ്ടുകൾ അറേഞ്ച് ചെയ്യാനും അതെങ്ങനെ റേസ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ ഉണ്ടാവും. ഇംപ്രൂവ് ദ കമ്പനീസ് റെപ്യൂട്ടേഷൻ. നല്ല ഫങ്ഷനിങ്ങും കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നല്ല രീതിക്ക് കൂടും. അതുപോലെ തന്നെ ഓപ്പോസിറ്റും സംഭവിക്കാം. സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരത കൂട്ടാൻ സാധിക്കും. അടുത്തത് മിനിമൈസസ് വേസ്റ്റ്, റിസ്ക്, കറപ്ഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഒഴിവാക്കാൻ. ബിൽഡ് ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്. പിന്നെ ഗ്ലോബൽ അട്രാക്ഷൻ. അത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, നമ്മുടെ ടെക്സ്റ്റിൽ നല്ല വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ടെക്സ്റ്റിലത്തെ ഫുൾ പോയിൻറ്റ്സ് നമ്മളങ്ങനെ വെറുതെ പഠിച്ച് നേരെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അടുത്തത് നെക്സ്റ്റ് ടോപ്പിക്ക് മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ കോർപ്പറേറ്റ് കമ്പനി ആൻഡ് ദെയർ ഗോൾസ്. ഒരു കോർപ്പറേറ്റ് ബോഡിയിലത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സും അവരുടെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റോൾ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ്. ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സിനെ കണക്കാക്കുന്നു, അവരുടെ റൈറ്റ് എന്താണെന്ന് നോക്കാം. വോട്ടിംഗ് റൈറ്റ്, അവർക്ക് വോട്ടവകാശമുണ്ട്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇൻസ്പെക്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഇൻഫർമേഷൻ കിട്ടാൻ അവകാശമുണ്ട്. ഡിവിഡൻറ്റ് കിട്ടാൻ അവകാശമുണ്ട്. സ്യൂ ചെയ്യാൻ, കേസ് കൊടുക്കാൻ അവകാശമുണ്ട്. ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ അവകാശമുണ്ട്. ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ അവകാശമുണ്ട്. റൈറ്റ് ടു ഗെറ്റ് കോപ്പീസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി സെബി കുറച്ച് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. ഞാൻ ഒരു 5 പോയിൻറ്റ്സ് എഴുതിയിട്ടുള്ളൂ, ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനത് എഴുതി വരുമ്പോൾ ഒരുപാടാവും, വീഡിയോ ഭയങ്കരമായിട്ട് വലുതാവും. സോ അത് കാരണം കൊണ്ടാണ്. സെബി ഗൈഡ് ലൈൻസ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ടു റിസീവ് ഷെയർ സർട്ടിഫിക്കറ്റ് ഓൺ അലോട്ട്മെൻറ്റ് ഓർ ട്രാൻസ്ഫർ ആസ് ദ കേസ് മേ ബി ഇൻ ഡ്യൂ ടൈം. അതായത് ഇപ്പോൾ ഒരു ഷെയർ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ അലൗട്ട് ചെയ്യുമ്പോഴും അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ റിസീവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ടു റിസീവ് കോപ്പീസ് ഓഫ് ആനുവൽ റിപ്പോർട്ട് കണ്ടെയ്നിങ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഈ പറഞ്ഞ സാധനങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ടൊക്കെ കോപ്പീസ് ആനുവൽ റിപ്പോർട്ട് അടക്കം വാങ്ങണം. പിന്നെ ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വോട്ട് ഇൻ ജനറൽ മീറ്റിംഗ്സ് ഐദർ പേഴ്സണലി ഓർ ത്രൂ പ്രോക്സി. പകരം പ്രോക്സി വഴിയോ അല്ലെങ്കിൽ പേഴ്സണലിയോ വന്നിട്ട് ജനറൽ മീറ്റിങ്ങിൽ വോട്ട് ചെയ്യണം. ടു റിസീവ് ഡിവിഡൻസ് ഇൻ ഡ്യൂ ടൈം വൺസ് അപ്രൂവ്ഡ് ഇൻ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിങ്ങിൽ അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ ഡിവിഡൻസ് ഡ്യൂ ടൈം ആകുമ്പോൾ കളക്ട് ചെയ്യണം. ടു ഇൻസ്പെക്ട് സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേർഡ് അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഇൻസ്പെക്ട് ചെയ്യണം. ഇങ്ങനെ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട് കേട്ടോ, കുറച്ചധികം ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി ബാലൻസ് നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയതാണ് ഞാൻ എഴുതിയത്. പിന്നെ എംപ്ലോയീസ്, ഇപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെയാണ് പറഞ്ഞത്. നെക്സ്റ്റ് എംപ്ലോയീസിൻ്റെ ആണ്. എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. There are many possible strategies for encouraging business to take a greater account of the interest of their employees. Important point, protection through other laws. ലോസ് വഴിയുള്ളൊരു പ്രൊട്ടക്ഷൻ. പിന്നെ എൻകറേജ് ഷെയർ ഹോൾഡർ പവർ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പവർ എൻകറേജ് ചെയ്യുന്നു. സപ്പോർട്ട് ഓഫ് ട്രേഡ് യൂണിയൻ,
ട്രേഡ് യൂണിയൻസ് കമ്പനിക്കുള്ളൊരു സപ്പോർട്ട് കൂട്ടുന്നു അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് നേടിയെടുക്കുന്നു. എംപ്ലോയീസ് വോയിസ് വിത്തിൻ കോർപ്പറേഷൻസ്. എംപ്ലോയീസിനും ഒരു വോയിസ് ഉണ്ടായിരിക്കണം ഒരു കോർപ്പറേഷൻസിൽ. പിന്നെ ചേഞ്ച് ഇൻ കോർപ്പറേറ്റ് കൾച്ചർ ആൻഡ് നോംസ്. കോർപ്പറേറ്റ് കൾച്ചേഴ്സിലും അവരുടെ നോംസിലുള്ള വ്യത്യാസം. ലൈക്ക് ഇപ്പോൾ ഒരു ബിസിനസ്, ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു ബിസിനസ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അടുത്തത് കസ്റ്റമേഴ്സ് ആൻഡ് CG, കോർപ്പറേറ്റ് ഗവേണൻസ്. കസ്റ്റമർക്ക് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം കുറച്ച് റൈറ്റ്സ് ഉണ്ട്. നമുക്കറിയാം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് മെയിനായിട്ട് നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സംഭവമാണ്. സോ റൈറ്റ് ടു സേഫ്റ്റി, സേഫ് ആയിരിക്കണം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് സേഫ് ആയിരിക്കണം. റൈറ്റ് ടു ഇൻഫർമേഷൻ, ആ പ്രൊഡക്റ്റിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടണം. റൈറ്റ് ടു ചൂസ്, എന്താണോ ബെറ്റർ അത് ചൂസ് ചെയ്യാൻ പറ്റണം. റൈറ്റ് ടു സീക്ക് റീഡ്രസൽ, ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ റീഡ്രസൽ ഫോറംസിൽ സീക്ക് ചെയ്യാൻ പറ്റണം. റൈറ്റ് ടു ബി ഹേർഡ്, അതായത് ഇപ്പോൾ ആൾ പറയുന്നത് കേൾക്കപ്പെടണം. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, കൺസ്യൂമറിൻ്റെ ബേസിക് സംഭവങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സും CG. ക്രെഡിറ്റേഴ്സിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിസീവ് ഇൻട്രസ്റ്റ് ഓർ റിഡംഷൻ ഇൻ ഡ്യൂ ടൈം. നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ റിഡംഷൻ എമൗണ്ടോ ഡ്യൂ ടൈമിൽ കിട്ടണം. ടു റിസീവ് എ കോപ്പി ഓഫ് ദ ട്രസ്റ്റ് ഡീഡ് ഓൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റ് ഡീഡ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ്. ടു അപ്ലൈ ബിഫോർ ദ CLB ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഇൻ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. അതായത് ഇപ്പോൾ എന്തെങ്കിലും മെച്യൂരിറ്റിക്ക് മുൻപ് ഇപ്പോൾ ഈ ഡിബെഞ്ചർ റിഡംഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള റൈറ്റ്. പിന്നെ ടു അപ്ലൈ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ഇഫ് ദ കമ്പനി ഫെയിൽസ് ടു പേ ഇറ്റ്സ് ഡെറ്റ്സ്. അതായത് ഇപ്പോൾ കമ്പനി മോശം സിറ്റുവേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ അപ്ലിക്കേഷൻ കൊടുക്കാം. ടു അപ്രോച്ച് ദ ഡിബെഞ്ചർ ട്രസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ ഇത്തരത്തിലുള്ള റൈറ്റ്സ് ഒക്കെ ക്രെഡിറ്റേഴ്സിനുണ്ട്. പിന്നെ കമ്പനിയിലത്തെ കമ്മ്യൂണിക്കേഷനാണ്. ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല, അറിയാം. ഇമ്പോർട്ടൻ്റ് ഞാൻ ഹെഡ്സ് പറയാം, നിങ്ങളതൊന്ന് ബ്രോഡായിട്ട് എഴുതിയാൽ മതി. ഓറൽ ഉണ്ട്, ഇലക്ട്രോണിക് മീഡിയ ഉണ്ട്. ഓറൽ നമ്മൾ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഈ മീഡിയയിൽ വരുന്നത് വെബ്കാസ്റ്റ്, കോൺഫറൻസ്, വെബിനാർ, ടെലഫോൺ, SMS, കോൾ സെൻറ്റർ. പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ഫോർമൽ ലെറ്റർ, മെമ്മോസ്, സ്ക്രിബിൾഡ് നോട്ട്സ്, റിപ്പോർട്ട്സ്, മിനിറ്റ്സ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മെക്കാനിസം ഫോം ചെയ്തിട്ടുണ്ട് ഗവേണൻസിൽ. ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ കമ്മ്യൂണിക്കേഷൻ, എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ സംഭവം നമ്മൾ പഠിക്കണം. ഹെഡ്സ് മാത്രം പഠിച്ചാൽ പോരാ, ബ്രീഫ് നമ്മൾ പഠിക്കണം. അക്കൗണ്ടബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനും അതിന് വേണ്ടിയിട്ടൊരു പ്രിൻസിപ്പിളാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് ആ വേർഡ്സ് അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് ഒന്ന് ഊഹിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ എന്നിട്ട് പിന്നെ അത് വായിച്ച് നോക്കുക, നമ്മൾ ഊഹിച്ചതും വായിച്ചതും കറക്റ്റാണോ എന്ന്. ഏറെക്കുറെ മീനിങ് സെയിം വരുമ്പോൾ അതുപോലൊക്കെ തന്നെ വരുന്നുണ്ടാവും. പിന്നെ ട്രാൻസ്പാരൻസി ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സിലൊക്കെ. ഫിഡ്യൂസറി പ്രിൻസിപ്പിൾ, പിന്നെ എന്താണ് ഇൻഡിപെൻഡൻസ്, കോൺഫിഡൻഷ്യാലിറ്റി, ഡിസിപ്ലിൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ പ്രിൻസിപ്പിൾസ് കുറച്ചധികം പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതിലിപ്പോൾ ഇപ്പോൾ ഒരു 6 എണ്ണമൊക്കെ നമുക്ക് എസ്സേ ഒക്കെ വരുമ്പോൾ നമുക്ക് ഫുൾ എഴുതേണ്ടി വരും. ഞാനിത് മാത്രം എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സുഖമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളതിന് നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ടെക്സ്റ്റിൽ കുറേ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു പോയിൻറ്റ്സിലേക്ക് നമ്മൾ ഒതുങ്ങുക. ഈ പോയിൻറ്റ്സ് വിശാലമായിട്ട് എഴുതാൻ പഠിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കോർപ്പറേറ്റ് ഗവേണൻസിലത്തെ കഴിഞ്ഞു. നോട്ട്സ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ആൻസർ ചെയ്യുക. നിങ്ങൾക്കുള്ള ടാസ്ക്കാണ് ഈ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരു ബുക്കിൽ എഴുതിയിട്ട് പറ്റുന്നവർ എനിക്ക് അയച്ച് തരിക കേട്ടോ. അപ്പോൾ എനിക്കത് കറക്റ്റ് ചെയ്യാനും നോക്കാനൊക്കെ പറ്റും.
ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്ന് വിചാരിക്കുക. നമ്മൾ കാലിക്കറ്റിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കുറച്ച് ക്ലാസ്സുകൾ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് നോട്ട്സൊക്കെ കിട്ടുന്ന പോലെ നിങ്ങൾക്ക് തരണമെന്ന്. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് തരുന്നത്. ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നോട്ട്സ് എല്ലാത്തിൻ്റെയും പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും നമ്മൾ പരമാവധി എല്ലാ ക്ലാസ്സുകളും എടുത്ത് തീർക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. ടെലഗ്രാം ചാനലിൽ കയറാം, നോട്ട്സ് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.